എടി നിനക്കേ എക്സാം കിട്ടിയെന്ന് ഞാൻ എല്ലാവരോടും പറയട്ടെ. വേണ്ടമ്മ, എക്സാം മാത്രമല്ലേ ക്ലിയർ ആയുള്ളൂ. ഇനി എന്തെല്ലാം കാര്യമുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എക്സാമാ ഏറ്റവും വലിയ കാര്യം. അത് നിനക്ക് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പോകുന്നതൊക്കെ നീ പെട്ടെന്ന് തന്നെ പോകും. അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ഒരാളോട് പറയണം. പക്ഷേ ആ ആളോട് പറയണം, വേറെ ആരുടെ അടുത്ത് പറയില്ലെന്ന്. ലിസ്റ്റ് നോക്കണം. ആ പെണ്ണിനെ വെളിയിലോട്ട് എങ്ങും വിടണ്ട. ഇവിടെ എങ്ങും വല്ല തയ്യലോ തുന്നലോ ടൈപ്പ് റൈറ്റിങ്ങോ എന്തെങ്കിലും പഠിപ്പിച്ച് ഇവിടെ നടന്നാൽ മതി. ആ പെമ്പച്ചിനെ അങ്ങോട്ടൊന്നും വിടണ്ട, നമുക്ക് മടക്കി ചേർക്കാം. പഠിച്ചോണ്ടിരുന്നപ്പോഴേ എൻ്റെ ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞോണ്ടാ വീട്ടിൽ പിടിച്ചിരുത്തേക്കുന്നതെന്ന് എല്ലാവരും പറഞ്ഞോണ്ടിരുന്നു. പക്ഷെ അതൊന്നുമല്ല, അതിനെന്തോ മേലാഴിയൊക്കെ ആയിരുന്നു. കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ നിൽക്കുക. എനിക്ക് തോന്നുന്നത് +2 തോറ്റു പോയെന്നാണ് തോന്നുന്നത്. എന്തോ എഴുതിയെടുക്കാനായിട്ട് അങ്ങോട്ട് നിൽക്കുക. എന്നാ പറയാനാ, പൈസയുടെ പൂങ്ക്. ഇവിടെ പിന്നെ വിട്ട് നേഴ്സിംഗ് പഠിപ്പിച്ചാൽ പോലെ. ജയ്സമ്മയോട് പറയാം. പെങ്കൊച്ചിന് ജർമ്മൻ കിട്ടി. ഇനിയിപ്പോൾ ഇന്റർവ്യൂ കൂടി പാസ്സായാലേ അവക്കങ്ങ് ജർമ്മനിക്ക് പോവാം. അവിടെയൊക്കെ പോയി പഠിച്ചിട്ട് എന്നാ കാര്യം? എല്ലാ പിള്ളേരും പോയി പഠിച്ചിട്ട് പോരുന്നല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വിദേശത്താ പഠിച്ചതെന്നൊക്കെ പറയാം. എനിക്ക് എന്നതിൻ്റെ കേടായിരുന്നു. ഇപ്രാവശ്യം ഈ പ്ലാവേൽ ഒറ്റ ചക്ക പോലും ഉണ്ടായില്ലല്ലോ. ഇതെന്നാ ചേച്ചി പറമ്പി നോക്കുന്നേ? ചക്ക നോക്കുമായിരുന്നു. ഇപ്പൊ എന്നാ ചക്ക തിന്നാനൊരു കൊതി? മനുവേ ഫസ്റ്റ് ഇയറിലെ എക്സാം കഴിഞ്ഞ് അവധിക്ക് വന്നിട്ടുണ്ട്. അവനൊരു ആഗ്രഹം ചക്ക തിന്നണമെന്ന്. ഇവിടുത്തെ പെങ്കച്ചും പോയിരുന്ന ഇപ്പൊ 1 വർഷം കഴിഞ്ഞാൽ എന്നാ പറയാനാ, എന്നാ ചെയ്യാൻ. ഓ, എനിക്കിട്ട് വെച്ചതാണോ? Es ist richtig, manche Herausforderungen haben, wenn wir als eine Krankenschwester arbeiten. Es ist nicht notwendig, dass alle altre Menschen mit uns konfrontieren. Zum Beispiel sie Weiko. എടി, ആ ഏജന്റിനെ വിളിച്ച് എപ്പോഴാ ഇന്റർവ്യൂ, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ പറ. അമ്മ, ഞാൻ മിക്ക ദിവസം വിളിക്കുന്നുണ്ട്. പുള്ളി പറയാതെ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ആദ്യം ഒന്നാതെ എക്സാം കിട്ടുന്നില്ല എന്നായിരുന്നു. ഇതിപ്പോ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് പോകുന്ന കാര്യത്തിനെ കുറിച്ചായി. എന്നാ ഈ ആളുകളൊന്നും മിണ്ടായിരിക്കണ്ടേ? എനിക്കും ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കി തന്നിട്ടുണ്ട്. ഇത് ഞാൻ കാരണോ? നിന്നെ പറഞ്ഞല്ല, ഈ അപ്പനോടാണെങ്കിൽ ആരും ചോദിക്കത്തില്ല. ആരും പുള്ളിക്കാരനൊന്നും പറയത്തുമില്ല. പിന്നെ ഗൗരിച്ചങ്ങ് നടക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാൻ പോയതും ഇളക്കാൻ പോയതും എൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ മതി. ആർക്കാരും എല്ലാവരും പറയണ നിർബന്ധം. ഹലോ, നമ്മളുടെ എല്ലാവരുടെ ഒരു ഫേവറേറ്റ് മന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജാനുവരി ആയിരിക്കും ഒട്ടുമിക്കവർക്കും. കാരണം എന്താണ്? ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്, ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുകയാണ്. എനിക്ക് ഇന്നത്തെ കാലാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആക്കും, വരണ്ട് പൊട്ടുന്നതിനൊക്കെ കാരണമാകും. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഡോക്ടർ ഷെത്തിന്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി മോയ്സ്ചറൈസർ ക്രീമും ഡോക്ടർ ഷെത്തിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് മോയ്സ്ചറൈസർ ക്രീമുമാണ്. പാക്ഡ് വിത്ത് പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ്. സെറമൈഡ് നമ്മുടെ സ്വാഭാവിക ഈർപ്പം നഷ്ടപ്പെടാതെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വിറ്റമിൻ സി കറുത്ത പാടുകൾ കുറയ്ക്കുന്നു. കേസർ ആൻഡ് കോജിക് ആസിഡ് സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഞാനിപ്പോൾ 3 പേപ്പറിലായിട്ട് വ്യത്യസ്തപരമായിട്ടുള്ള മോയ്സ്ചറൈസർ എടുത്തിരിക്കുകയാണ്. നമ്മുടെ സ്കിന്നിൽ എത്രമാത്രം ഹൈഡ്രേഷൻ ഉണ്ടാവും നോക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ക്രീം നമ്മളുടെ സ്കിന്നിൽ 48 അവേഴ്സ് വരെ ഹൈഡ്രേഷൻ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. അൾട്രാ ലൈറ്റ് വെയിറ്റ് ആണ്, ക്യുക്ക് അബ്സോർബിംഗ് ആണ്, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിയുമാണ്. സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി മോയ്സ്ചറൈസർ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ ഉള്ളവർക്കും കേസർ ആൻഡ് കോജിക് ആസിഡ് മോയ്സ്ചറൈസർ നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തിന് ശേഷം നോക്കുമ്പോൾ മറ്റുള്ള മോയ്സ്ചറൈസർ എല്ലാം വാട്ടർ കണ്ടന്റ് കളയുകയും സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി മോയ്സ്ചറൈസർ ക്രീം വളരെയധികം ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു. നമ്മളുടെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും, കണ്ടോ, ഇതുപോലെയൊക്കെ വരുമെന്ന് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡോക്ടർ ഷെത്തിന്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി ലിപ് ബാമും കേസർ ആൻഡ് കോജിക് ആസിഡ് ലിപ് ബാമും. ലിപ് ബാം 24 അവേഴ്സ് നമ്മുടെ ലിപ്പിനെ മോയ്സ്ചർ ആക്കി വെക്കുന്നു. FBF 15 PA++ ഉണ്ട്. UVA UVB എന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചുണ്ടുകളെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനുള്ള ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് ഈ ലിപ് ബാം. ലിപ് ബാം നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എല്ലാവരുടെയും ഫോൺ കവറിൽ ഇതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടല്ലോ, മോയ്സ്ചറൈസർ ക്രീമും ലിപ് ബാമും നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ അവൈലബിൾ ആണ്. അത് തന്നെ ഡോക്ടർ ഷെത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഇനി 20% ഓഫർ കിട്ടാനായിട്ട് എൻ്റെ കൂപ്പൺ കാർഡായിട്ടുള്ള പൊന്നു 2025 എന്നുള്ള കൂപ്പൺ കോഡ് അടിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ്.
ഇതേന്ന് ഗ്രേസി ആൻറ്റി നന്നായി പോവാഞ്ഞ്. ഒന്നുകൂടെ എടുത്തേ, സാരി പുതിയതാന്ന് തോന്നുന്നു. എടുത്തെടുത്തേ. എല്ലാരും പുതിയ സാരിയും ചുരിദാറും ഒക്കെ ആട്ടോ. ഇതെന്നെ അമ്മയും മോളും ഇത്ര കാര്യമായിട്ട് കാണുന്നേ. പള്ളിയിലെ പെരുന്നാളിന്റെ റീല് അവള് ഫോണെ കാണിച്ചു തരുന്ന. ഇതെന്തിനാ ഫോണിൽ കൂടി കാണുന്നത്? നിങ്ങൾ രണ്ടുപേർക്കും പോകാൻ പറ്റില്ല. അങ്ങോട്ട് ഇപ്പൊ ചെന്നിട്ട് വേണം, ഉള്ള എല്ലാരും അവിടെ ഉണ്ടാ. പോറായില്ലേ 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 കേട്ട് കേട്ട് ഞാൻ മടുത്ത്. ഇനിയിപ്പോ ഇവള് നാട് കടന്നിട്ടേ ഞാൻ ഇനി പള്ളിയിലോട്ടുള്ളൂ. ഇതെന്നെ അമ്മയും മോള് ഒളിച്ചു വരുന്നത്? പള്ളിയില് പ്രാർത്ഥിക്കാൻ. അതിനിങ്ങനെയാണോ വരുന്നത്? ഇല്ല, മോള് പോകാറായില്ലേ? ഞങ്ങളൊന്ന് സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. നമസ്കാരം മാഡം, ഞാൻ ഫാൽക്കൺ പ്രൊഡക്ട്സിൽ നിന്നാണ് വരുന്നത്. മാഡം, നമ്മുടെ വീട്ടിൽ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന പഴയ കാർപ്പറ്റുകൾ പോകാറായില്ലേ? ആഹാ, കുറെ നാളായി വരുന്നവര് പോകുന്നവര് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട്. അവർക്ക് ഇഷ്ടമുള്ളപ്പോ ആള് ഇഷ്ടമുള്ളപ്പോ വരും. കുറെ ചോദിക്കാൻ തുടങ്ങിയിട്ട്. നീ വിടറി അങ്ങോട്ട്. നീ ആരാ എവിടുന്ന ഈ വരുന്നത് മൊത്തം ഇതിന് മാത്രം പറയാനായിട്ട്? നാട്ടുകാരോ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ ഇളക്കവാ. നാട്ടുകാരുടെ ചോദ്യം കേട്ടിപ്പോ വരുത്തന്മാര് വന്ന് ചോദിക്കാൻ തുടങ്ങിയോ? ചേച്ചി, പഴയ കാർപ്പറ്റ് പോകാറായില്ലേ, പുതിയ കാർപ്പറ്റ് വേണ്ടേന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. എക്സാം എഴുതുന്നതും അത് കിട്ടുന്നതും ഒക്കെ ഭയങ്കര പാടുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കിട്ടിയോ പോയോ പോകാറായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഓവർ ടെൻഷൻ തരത്തേ ഉള്ളൂ. അതെ, പിന്നെ ഇവളുടെ കാര്യം നോക്കുന്നത് ഞങ്ങളല്ലേ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കത് മനസ്സിലാവും. എല്ലാരോടും ചോദിച്ച് മടുത്ത് എനിക്ക് അറിയാമല്ല എന്നാന്ന്. തെറ്റാ ഞാൻ പറഞ്ഞത്. വീട്ടിൽ പിടിച്ചിരുത്തിയേക്കെന്ന് എല്ലാവരും പറഞ്ഞത്. വീട്ടിൽ പിടിച്ചിരുത്തിയേക്കെന്ന് എല്ലാവരും പറഞ്ഞു. ചിരിക്കില്ല. പോറായില്ലേ മോള്? പപ്പ പറഞ്ഞ ഓണാണ്. മോള് പോകാറായില്ലേ? ഈ പഴയ കാർപ്പറ്റ് വേണ്ടേ ഒരു പുതിയ? ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞു തീരുമ്പോൾ ക്ലിപ്പ് ഒടിഞ്ഞു പോകുന്നത് ഇതെന്തൊരു കഷ്ടമാണ്. ഇനി ഇല്ലാതൊക്കെ പറയാം. ദേവിയേ, ആക്ഷൻ. കൊറേ നാളെ നോക്കിയില്ല, മുഖത്തോട്ട് അതിലോട്ട് നോക്കിയില്ല. അത് കുഴപ്പമില്ല. എന്തോ മേലാഴികയുണ്ട്, അതിനാണ് ഈ കാക്ക മൊത്തം കിടന്ന് കൂവുന്നത്. അത് കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കുമ്പോ തന്നെ ഇവര് കിടന്ന് കൂവും. കല്ലെറിഞ്ഞിട്ട് എറിഞ്ഞ് ലാസ്റ്റ് വീട്ടിലെ കല്ല് വരെ തീർന്നു. രക്ഷിക്കാൻ വരുന്നുണ്ട്. കാക്ക ഒത്തണ്ട. പ്ലീസ് subscribe my channel. ചാനലോ